കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ തകർത്ത് ജനമനസ്സിൽ കയറിയ ദേശീയതയുടെ നേതാക്കളിൽ പലർക്കും വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും പിന്നീടും പലവിധ പ്രതിസന്ധികൾ CPM തീർത്തിട്ടുണ്ടെന്നും വിവാഹ ജീവിതം പോലും തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ചും ശ്രമിച്ചിട്ടുണ്ട് എന്നും കുട്ടനാട്ടിലെ നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനയചന്ദ്രൻ ഡൽഹിയിലേക്കുള്ള യാത്രയിൽ പ്രതികരിക്കുന്നു. കേരള എക്സ്പ്രസിൽ നിന്ന് ജനൻ ടിവിക്കൊപ്പം ചേർന്നപ്പോൾ ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ കേരളത്തിൽ എത്രമാത്രം സഹനങ്ങളും ത്യാഗങ്ങളും സഹിച്ചാണ് ഓരോ സംഘപരിവാർ പ്രവർത്തകരും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടില്ലാത്തൊരു കാര്യമാണ്, വസ്തുതയാണ് അത്. എന്തായാലും ഡൽഹിയിലേക്കുള്ള ജനപ്രതിനിധികളുടെ യാത്രയിൽ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഒരു യുവാവിനെ പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ കഥകൾ ഒന്ന് നമുക്ക് ചോദിച്ചറിയാം. നിലവിൽ എന്നോടൊപ്പം ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ശ്രീ വിനയചന്ദ്രൻ ചേരുകയാണ്. അദ്ദേഹത്തിന്റെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ആ കോട്ട പൊളിച്ച് അവിടെ BJPക്ക് അധികാരം സ്ഥാപിക്കാനായിട്ട് നീലമ്പേരൂരിൽ സ്ഥാപിച്ചു. പക്ഷേ അതിനുശേഷം വിജയമുണ്ടായതിനു ശേഷം കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്നും അങ്ങയുടെ ജീവിതം തകർക്കുന്നതിന്റെ രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് എന്തൊക്കെയായിരുന്നു എന്ന് പറയും. നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിൻ്റെ അസഹിഷ്ണുത മൂത്തുകൊണ്ട് പല സ്ഥലങ്ങളിലും ആക്രമണം അഴിച്ചുവിടുകയും നമ്മുടെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ആ സ്ഥലത്തെത്തി എന്നെ അടക്കം ഭരണ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാനടക്കമുള്ള ആളുകളെ 3 ജനപ്രതിനിധികളെ കേസിൽ ഉൾപ്പെടുത്തുകയും ആദ്യം തന്നെ അവർ നമ്മളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ നിലവിൽ നമ്മൾ കോടതിയിൽ പോയിട്ട് ഇടക്കാല ജാമ്യം എടുത്തിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുകയും അതുപോലെ തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. വീണ്ടും നമ്മുടെ ഇടക്കാല ജാമ്യം റദ്ദാവുകയും എൻ്റെ കല്യാണം വരെ നടത്തില്ല എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലും കൊലവിളി പ്രസംഗങ്ങളടക്കം നടത്തുകയും കോടതി വിധിയിൽ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ 100% വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി 2 ദിവസങ്ങൾക്ക് മുമ്പ് കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ച് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം പോലും നടക്കാനായിട്ട് സാധിച്ചത്. കല്യാണത്തിന് 2 ദിവസം മുന്നെയാണ് ജാമ്യം ലഭിച്ചത്. അതെ, 2 ദിവസം മുമ്പാണ് വീട്ടിലെത്താൻ സാധിച്ചത്. അതുവരെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമായിരുന്നു. മറ്റ് പ്രസിഡന്റായിട്ട് അധികാരത്തിലെത്തിയെങ്കിലും കൃത്യമായിട്ട് ഭരണ സംവിധാനത്തിൽ എത്തുവാനായിട്ടോ മറ്റു കാര്യങ്ങൾക്കും നാട്ടിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിനെ അടക്കം കയ്യിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ മാറ്റി നിർത്താനുള്ള ഒരു ശ്രമം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൽ 24ാമത്തെ വയസ്സിലാണ് മെമ്പറായിട്ട് വരുന്നില്ലേ? 29ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ്. എൻ്റെ പ്രദേശം എന്ന് പറയുന്നത് മുമ്പേ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള ഒരു പ്രദേശമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ അച്ഛനടക്കമുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആക്രമണം നേരിട്ട് ജീവിതം തന്നെ വഴിമുട്ടി പോയിട്ടുള്ള ആളുകളാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ നിരവധിയായിട്ടുള്ള സംഘപ്രചാരന്മാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്ക് നമ്മുടെ പ്രദേശത്തിൽ നിന്ന് സംഘർഷം ജീവൻ പോകത്തക്ക തരത്തിലുള്ള സംഘർഷങ്ങൾ വരെ നേരിടേണ്ട സാഹചര്യങ്ങൾ നിലനിന്നിരുന്നൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് നിന്ന് ഇന്ന് ദേശീയതയുടെ ഈ വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങളുടെ അച്ഛനെ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അത് നിരവധിയായിട്ടുള്ള സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ത്യാഗം അർപ്പിച്ച ആളുകൾക്കുള്ള ഒരു ഗുരുദക്ഷിണയായിട്ടാണ് ഈ വിജയത്തെ ഞങ്ങളടക്കമുള്ള പുതുതലമുറയിലെ സംഘപ്രവർത്തകരടക്കം എല്ലാവരും കാണുന്നത്. അവർ വെട്ടിത്തെളിച്ച പാതയിലൂടെയാണ് ഇന്ന് ഞങ്ങളുടെ പ്രദേശത്തെ ഓരോ ചെറുപ്പക്കാരും അതുപോലെ തന്നെ സംഘത്തിൻ്റെ ഓരോ കാര്യകർത്താക്കളും നടന്നു നീങ്ങുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ കഥയാണ് പറഞ്ഞത്. അതായത് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് അദ്ദേഹത്തിന് വ്യക്തി ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. വിനയചന്ദ്രൻ ഒരു ഉദാഹരണം മാത്രമാണ്. നിരവധിയായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തകരും നേതാക്കളും BJPക്കും അതോടൊപ്പം തന്നെ സംഘത്തിനുമൊക്കെ തന്നെയുണ്ട്. എന്തായാലും അവരുടെയൊക്കെ ആ ത്യാഗോജരമായിട്ടുള്ള പ്രവർത്തനം അത് ജനങ്ങളുടെ മനസ്സിൽ അവരത് കൃത്യമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് കഴിഞ്ഞ ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിനയനെ പോലെയുള്ള 1000 പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതത്തിനുള്ള ഒരു പ്രതിഫലം കൂടിയിട്ടാണ് പ്രധാനമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിനോടൊപ്പം നിമിഷങ്ങൾ ചെലവഴിക്കാനായിട്ട് ലഭിച്ചിട്ടുള്ള ആ ഒരു അവസരമെന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ്. കേരള എക്സ്പ്രസിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം ഗോകുൽ രമേശ് ജനം.